പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നു, പിന്നെ മറക്കുന്നു. പക്ഷെ ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കും, നമ്മുടെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ തന്നെ താമസിക്കും. അങ്ങനെ എന്റെ ഹൃദയത്തിൽ ഒരു ഇടം നേടിയ ഒരു പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഒരു ബുക്ക് എന്നതിലുപരി ഇതൊരു കോൺവെർസേഷൻ ആണ്. മറ്റാരോടുമല്ല, എന്നോട് തന്നെ. ഞാൻ മറന്ന എന്നോട്, ഞാൻ ഒളിച്ചു വെച്ച ഫീലിങ്സിനെ, ഞാൻ ചോദിക്കാതെ പോയ ചോദ്യങ്ങളെ ഈ പേജ് മെല്ലെ എന്റെ മുൻപിൽ കൊണ്ടുവന്നു. ചില വരികൾ വായിക്കുമ്പോൾ ഞാൻ ചിരിച്ചു, ചിലയിടങ്ങളിൽ ഞാൻ നിശബ്ദയായി നിന്നു. വേറെ ചില പേജിൽ എന്റെ മനസ്സ് തന്നെ എഴുതി വെച്ചതുപോലെ എനിക്ക് തോന്നി. ലൈഫിൽ നമ്മൾ എല്ലാവരും കുറെ പേർക്ക് പ്രിയപ്പെട്ടവരാവാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ നമുക്ക് പ്രിയപ്പെട്ടവരാവാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ ചോദ്യം മെല്ലെ എന്റെ മനസ്സിൽ വെച്ചു തന്ന ഒരു പുസ്തകമാണിത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ബുക്ക് റിവ്യൂ അല്ല ഷെയർ ചെയ്യുന്നത്, എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു പോയ ഒരു അനുഭവമാണ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, എ ബുക്ക് ദാറ്റ് ഫെൽറ്റ് ലൈക്ക് എ ലെറ്റർ റിട്ടൺ ടു ദ സോൾ. ഇതൊരു ഡെസ്റ്റിനേഷൻ കഥയല്ല, ഇതൊരു ഹീലിംഗ് ജേർണിയാണ്. ഈ കഥയുടെ കേന്ദ്രത്തിലുള്ളത് അതിഥിയാണ്. ഉള്ളിൽ കുറെ വേദനകളും ചോദ്യങ്ങളും മുറിവുകളും കൊണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടി. ചൈൽഡ്ഹുഡിൽ ഉണ്ടായ വേദനകളും ഫാമിലി റിലേഷൻഷിപ്പിലുണ്ടായ പൊരുത്തക്കേടുകളും സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹങ്ങളും അതിഥിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. ഒരു പെൺകുട്ടി സ്വയം കണ്ടെത്തേണ്ട യാത്ര. അതിഥിയെ വായിക്കുമ്പോൾ പലയിടത്തും നമ്മൾ നമ്മളെ തന്നെ കാണും. നമ്മൾ പുറത്തു പറയാതെ വെച്ച ഇൻസെക്യൂരിറ്റികളും ആരോടും ഷെയർ ചെയ്യാത്ത വേദനകളും ചെറിയ സന്തോഷങ്ങളും എല്ലാം അവളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ബുക്ക് എന്നെ പഠിപ്പിച്ചത് ഒരു കാര്യമാണ്, ഹീലിംഗ് എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല, അത് മെല്ലെ മെല്ലെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് ദയയോടെ പെരുമാറേണ്ടതാണ്. ബുക്ക് അവസാനിച്ചപ്പോൾ കഥ മാത്രമല്ല, ചില വരികളും ചില ചിന്തകളും പിന്നെ ഒരു ചോദ്യവും, ഞാൻ എനിക്ക് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവളാണോ? ഒരു നല്ല പുസ്തകം കുറച്ചു നേരം നിങ്ങളെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടെത്തിക്കും. പക്ഷെ വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ നമ്മളെ നമ്മളുടെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അങ്ങനെ ഒരു പുസ്തകമായിരുന്നു. ഈ ബുക്ക് അവസാനിച്ചപ്പോൾ കഥ തീർന്നു, പക്ഷെ അത് എനിക്കുണ്ടാക്കിയ ചിന്തകൾ തീരുന്നില്ല. ചില വരികളും ചില ഓർമ്മകളും ചില ചോദ്യങ്ങളും ഇപ്പോഴും മനസ്സിലുണ്ട്. നിങ്ങൾക്ക് ഒരു ബുക്ക് എന്റർടൈൻമെന്റിന് മാത്രമല്ല, കുറച്ച് ഹീലിംഗും റിഫ്ലക്ഷനും സെൽഫ് ഡിസ്കവറിയുമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ബുക്ക് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണോ? ആ ഉത്തരം കണ്ടെത്തുന്ന യാത്രയിൽ എവിടെയെങ്കിലും ഈ പുസ്തകം നിങ്ങൾക്കും ഒരു കൂട്ടായി മാറട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ ബുക്ക് വായിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ പാട്ട് ഏതാണെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. Until the next video, take care, be kind to yourself.